വളരെ ശാന്തമായൊരിടത്ത് റിലാക്സ്ഡ് ആയിട്ട് നട്ടെല്ല് നിവർത്തി ഇരിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകളെ കുറിച്ചിട്ടും ഒന്ന് അവെയറാവുക. കുറച്ചു നേരം നിശബ്ദമായിരുന്ന് നിങ്ങളുടെ ചുറ്റുപാടുകൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും സ്വീകരിക്കുക. ക്ലോക്കിൻ്റെ ശബ്ദം, ഫാനിൻ്റെ ശബ്ദം, വാഹനങ്ങളുടെ ശബ്ദം, പല ശബ്ദങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. എല്ലാ ശബ്ദങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കുക. ഞാൻ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നൽകുന്നു എന്നുള്ള ഫീലിലേക്ക് വരിക. ഇനി നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാനും വേണ്ടി തയ്യാറാവുക. ഓരോ തവണ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോഴും അബണ്ടൻസ്, സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുന്നതായിട്ടും പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം നെഗറ്റീവ് എനർജികളുണ്ടോ അതെല്ലാം പുറത്തു പോകുന്നതായിട്ടും ഫീൽ ചെയ്യുക. റെഡി? ടേക്ക് എ ഡീപ് ബ്രീത്ത്, ഹോൾഡ്, ബ്രീത്ത് ഔട്ട് സ്ലോ. Take a deep breath in, hold, breathe out slow. 3, take a deep breath in, hold, breathe out slow. 4, ഒരു ദീർഘശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുക. കുറച്ച് സമയം അവിടെ ഹോൾഡ് ചെയ്തതിനു ശേഷം വളരെ സാവധാനത്തിൽ പുറത്തേക്ക് വിടുക. സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ചുറ്റും നിറയുന്ന ഒരു ഫീലിലേക്ക് നിങ്ങൾ വരിക. അഗെയിൻ ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോ. ഇനി നിങ്ങളുടെ 2 കാൽപാദങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ആ 2 കാൽപാദങ്ങളിലും ഒരു ഗോൾഡൻ യെല്ലോ നിറത്തിലുള്ള, ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു ലൈറ്റ് നിങ്ങളുടെ 2 കാൽപാദങ്ങളിലേക്ക് സ്പർശിക്കുന്നതായിട്ട്, ലൈറ്റ് നിങ്ങളുടെ കാലിൽ ടച്ച് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. ആ 2 ലൈറ്റുകൾ നിങ്ങളുടെ കാലിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ 2 കാൽപാദങ്ങളിലും ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജികളും അതുപോലെ ബുദ്ധിമുട്ടുകളും വേദനകളും പ്രയാസങ്ങളും എല്ലാം നിങ്ങളുടെ ഓരോ കോശങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ ഉണ്ടാകുന്നതിൽ ഓരോ കോശങ്ങൾ അനുഭവിക്കുന്നത്, അതെല്ലാം ഒഴിവായതായി, അലിഞ്ഞില്ലാതായിട്ട് ഫീൽ ചെയ്യുക. അതേ എനർജി നിങ്ങളുടെ കാൽമുട്ടുകളിലൂടെ, കാലിലെ മസിലുകളിലൂടെ, നിങ്ങളുടെ വയറിലൂടെ, ചെസ്റ്റിലൂടെ, പുറം ഭാഗത്തിലൂടെ ഓരോ ഭാഗങ്ങളിലേക്കും പ്രവേശിക്കുന്നത് ഫീൽ ചെയ്യുക. പിരടിയും തലയുടെ പിൻഭാഗവും തലയുടെ മുൻഭാഗവും, നെറ്റിത്തടം, കവിളുകൾ, കണ്ണുകൾ, ആന്തരിക അവയവങ്ങൾ, കിഡ്നി, ആമാശയം, വൃക്ക, വൻകുടൽ, ചെറുകുടൽ, നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ അവയവങ്ങളിലേക്കും ഈ ഒരു എനർജി സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഒരു മഞ്ഞുകാലത്തിൽ നിങ്ങൾ വളരെ തണുപ്പുള്ള സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ചുറ്റും ഒരു കോട പോകുന്നത് പോലെ, പുക പോകുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും എന്തോ ഒന്ന് പുറത്തേക്ക് പോകുന്നത് ഫീൽ ചെയ്യുക. അത് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ശരീരത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് എനർജിയുമാണ് തിരിച്ചറിയുക. അതങ്ങ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റും നോക്കുമ്പോൾ നിങ്ങൾക്ക് കറുത്ത നിറത്തിലുള്ള പുക അങ്ങനെ ദൂരേക്ക് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വളരെയധികം റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തെന്നില്ലാത്തൊരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ ഇപ്പം നിങ്ങൾക്ക് അലതള്ളുന്നുണ്ട്. നിങ്ങൾ വളരെയധികം സന്തോഷവാനാണ്, കൂടുതൽ റിലാക്സ്ഡ് ആയിരിക്കുകയാണ്. Again, take a deep breath in,
ബ്രീത്ത് ഔട്ട് സ്ലോലി. ഒന്ന് പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനോഹരമായിരിക്കുന്ന മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക. വെട്ടിത്തിളങ്ങി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയിരിക്കുകയാണ്. വളരെ റിലാക്സ്ഡാണ്. നിങ്ങളിങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുന്നത് ഫീൽ ചെയ്യുക. ഓരോ സ്റ്റെപ്പുകളായി നിങ്ങളിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സ്റ്റെപ്പുകളിലേക്ക് നോക്കുന്ന സമയത്ത് അതെല്ലാം സ്വർണത്താൽ നിർമ്മിച്ചതാണ്. സ്വർണത്താൽ നിർമ്മിച്ചിരിക്കുന്ന സ്റ്റെപ്പുകളിലൂടെയാണ് നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ആ സ്ഥലത്തിലേക്ക് ഇനി താഴേക്ക് കുറച്ച് സ്റ്റെപ്പും കൂടെ ഇറങ്ങാനുണ്ട്. ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു കാവൽക്കാരനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് ആ കാവൽക്കാരനെ നിങ്ങൾ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജീവിതത്തിൽ ആരോടെങ്കിലും ദേഷ്യമുണ്ടോ? നിങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് ആരോടും ദേഷ്യമില്ല. അവ കാവൽക്കാരൻ തിരിച്ചു പറയുന്നു, നിങ്ങൾക്ക് എന്തെയോ ആരോടൊക്കെയോ ദേഷ്യം മനസ്സിലുള്ളതായി ഞാൻ കാണുന്നു. നിങ്ങൾ അവരോടെല്ലാം മാപ്പ് ചോദിക്കുക. നിങ്ങളവിടെ മാറിയിരുന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ കാരണം ഈ ഭൂമിയിലോ ഈ പ്രപഞ്ചത്തിലോ ഒരു മനുഷ്യനോ ഒരു ജീവിക്കോ ഒരു കീടങ്ങൾക്കോ ഈ പ്രകൃതിക്കോ ഈ പ്രപഞ്ചത്തിനോ എന്തെങ്കിലും വിധത്തിലുള്ള വേദനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാനോ എൻ്റെ പൂർവികരോ എൻ്റെ ബന്ധുക്കളോ ആരെങ്കിലും കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. എനിക്ക് മാപ്പ് നൽകിയതിന് ഞാൻ നിങ്ങളോടെല്ലാം നന്ദി അറിയിക്കുന്നു. ഐ ലവ് യു. ഞാൻ നിങ്ങളെയും ഈ പ്രപഞ്ചശക്തിയെയും സ്നേഹിക്കുന്നു. വീണ്ടും നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുന്ന സമയത്ത് കാവൽക്കാരൻ നിങ്ങൾ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. നിങ്ങളോട് മാപ്പ് ചോദിച്ചിട്ടില്ല എന്നാണ് അറിയിക്കുന്നത്. വീണ്ടും നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പല സമയത്തും പല തീരുമാനങ്ങൾ എടുക്കുകയും പല സമയത്തും ഞാൻ ഒറ്റപ്പെട്ടതായും പല സമയത്തും ഞാൻ എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ചില സമയങ്ങളിലെല്ലാം ഞാൻ അറിയാതെ എന്തിന് ജീവിക്കുന്നു എന്ന് പോലുള്ള ചിന്തകളിലേക്ക് പോയിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ കഴിവില്ലാത്തവനാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ സൗന്ദര്യമില്ലാത്തവനാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. എന്നെക്കുറിച്ച് ഒരുപാട് പരാതികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ആത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നും അതെല്ലാം ഈ പ്രപഞ്ചശക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയും. ഈ പ്രപഞ്ചശക്തിയോടും നിങ്ങളോട് മാപ്പ് ചോദിക്കുക. എൻ്റെ പ്രവൃത്തികൾ എന്തെങ്കിലും നിനക്ക് വേദന ഉണ്ടാവുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെല്ലാം ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കുന്നു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ആ കാവൽക്കാരൻ നിങ്ങൾക്ക് എൻട്രി നൽകിയിരിക്കുകയാണ്. നിങ്ങൾ കുറച്ചും കൂടെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാവൽക്കാരൻ പ്രത്യക്ഷപ്പെട്ട് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങൾ കുറേ ആളുകൾക്ക് ഇനിയും പുറത്തു കൊടുക്കാനുണ്ട്. പുറത്തു കൊടുക്കാതെ നിങ്ങൾക്ക് താഴേക്ക് പോകാൻ സാധിക്കില്ല. നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളുകളുണ്ടാവും. നിങ്ങളെ പരിഹസിച്ചവരുണ്ടാവും. നിങ്ങളെ ചതിച്ചവരുണ്ടാവും. നിങ്ങളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചവരുണ്ടാവും. സാമ്പത്തികമായിട്ട് ചതിച്ചവരുണ്ടാവും. പല രീതിയിൽ നിങ്ങൾ ചതിച്ചവരുണ്ടാവും. അവരോടെല്ലാമുള്ള ദേഷ്യം ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലെവിടെയോ കിടക്കുന്നുണ്ട്. അവർക്കെല്ലാം പുറത്തു കൊടുക്കുക. അവരോട് പറയുക, എൻ്റെ മനസ്സിൻ്റെ നന്മയിൽ നിന്ന്, എൻ്റെ ശക്തിയിൽ നിന്ന്, എൻ്റെ പോസിറ്റീവ് എനർജിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായും പുറത്തു തന്നിരിക്കുന്നു. എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടി, സമ്പൽ സമൃദ്ധി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നോട് ചെയ്തിരിക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകുന്നു. അവരോട് പറയുക, ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാപ്പ് നൽകിയിരിക്കുന്നു. ഐ ലവ് യു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു.
ആ വ്യക്തിയോട് വിരോധമില്ലാതിരിക്കുക. ആ വ്യക്തിക്ക് പൂർണ്ണമായി പുറത്തു കൊടുത്തേക്കുക. ഇപ്പം നിങ്ങൾ പൂർണ്ണമായിട്ട് റിലാക്സ്ഡ് ആയ ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തെല്ലാമോ ഭാരം ഒഴിഞ്ഞൊരവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ കാവൽക്കാരനും നിങ്ങൾ അവിടുന്ന് എൻട്രി നൽകിയിരിക്കുകയാണ്. മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതെല്ലാം സ്വർണത്തിലാണ്. സ്വർണത്തിലുള്ള കിരീടങ്ങൾ, സ്വർണത്തിലുള്ള വാഹനങ്ങൾ, സ്വർണത്തിലുള്ള മരങ്ങൾ എല്ലാം നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. സമ്പൽ സമൃദ്ധി നിങ്ങളുടെ മനസ്സിലേക്ക് അതിൻ്റെ ഏറ്റവും ആഴത്തിൽ സ്പർശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും, നിങ്ങൾ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, അത് എന്താണോ നിങ്ങൾ അതിന് പകരം കൊടുക്കാമെന്ന് പറഞ്ഞത് അത് ചെയ്യുക എന്ന് മാത്രമാണ്. ഒരുപക്ഷെ നിങ്ങൾ ടീച്ചറാവാമെന്നാവാം, ഒന്നും കൂടി ബെറ്റർ പേഴ്സൺ ആവാമെന്നാവാം, നല്ല ബിസിനസ്സുകാരനാവാമെന്നാവാം, നല്ലൊരു വ്യക്തി എന്നാവാം. എന്താണോ നിങ്ങൾ സെൽഫിനോട് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് നിങ്ങളിലേക്ക് അത് എത്തുക തന്നെ ചെയ്യും. നിങ്ങൾ അവിടെ ഇരുന്ന് വീണ്ടും വിഷ്വലൈസ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളിലേക്കും വരിക. നിങ്ങൾ ആഗ്രഹിച്ച ഫിറ്റ്നസ്സോട് കൂടിയിട്ടുള്ളൊരു ബോഡി, പൂർണ്ണ ആരോഗ്യത്തോട് കൂടിയിട്ടുള്ളൊരു ബോഡി നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളുടെ കണ്ണാടിയുടെ മുന്നിൽ നിങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി ഡ്രസ്സ് ധരിച്ച് നിങ്ങൾക്ക് പോലും അസൂയ തോന്നുന്ന രീതിയിൽ, നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയിരിക്കുകയാണ്. ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ സന്തോഷം ലഭിക്കുന്നു, എന്തെന്നില്ലാത്ത ആനന്ദം ലഭിക്കുന്നു. നിങ്ങളങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിൽ ഒരു പ്രകാശം കാണുന്നുണ്ട്. പൂർണ്ണ ആരോഗ്യവാനായ ഒരു വ്യക്തിയാണ് നിങ്ങൾ. പൂർണ്ണ ഫിറ്റ്നസ്സോട് കൂടിയിട്ടൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രായത്തിൻ്റെയും പകുതി പ്രായം മാത്രം തോന്നിക്കുന്ന വളരെ യങ്ങായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയതായിട്ട് കാണുക. നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലും ഹെയർ സ്റ്റൈലും എല്ലാം ആസ്വദിക്കുക. നിങ്ങളടിച്ച സ്പ്രേ, അതിൻ്റെ ഏറ്റവും നല്ല സുഗന്ധം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫീൽ ചെയ്യിക്കും. നിങ്ങളുടെ കുടുംബം ഏറ്റവും സന്തോഷകരമായിരിക്കുന്നൊരു കുടുംബം, അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന അനിയനും ജ്യേഷ്ഠനും അനിയത്തിമാരും എല്ലാം സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നത് ഫീൽ ചെയ്യുക. ആ കുടുംബത്തോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നത്, വീട്ടിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, ഒരുപാട് കാലം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കുന്നത്, ഏറ്റവും നല്ല റിലേഷൻഷിപ്പിൽ ജീവിക്കുന്നത്, കുടുംബത്തോടൊപ്പം യാത്രകൾ പോകുന്നത്, അവിടെ സമ്പൽ സമൃദ്ധി നിറയുന്നത് ഫീൽ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച മനോഹരമായിരിക്കുന്ന വീട്, ആ വീടിൻ്റെ കോട്ടയാട് മുതൽ മുറ്റം മുതൽ ഓരോ ഭാഗവും ഫീൽ ചെയ്യുക. മുറ്റത്തുള്ള പൂന്തോട്ടം, അതിലെ പൂക്കൾ, നിങ്ങളുടെ ആ മുറ്റത്തിൻ്റെ മതിൽക്കെട്ടുകളുണ്ടെങ്കിൽ അത് എല്ലാം ഫീൽ ചെയ്യുക. അതിൻ്റെ സിറ്റ് ഔട്ട്, ഡൈനിങ് ഹാൾ, കിച്ചൺ, ബെഡ്റൂം, ലിവിംഗ് റൂംസ്, സ്റ്റെയർസ്, ഓരോ ഭാഗങ്ങളും, അപ്സ്റ്റെയർ ഉണ്ടെങ്കിൽ അപ്സ്റ്റെയറുകൾ, ബാൽക്കണി, നിങ്ങളുടെ ലൈബ്രറി, സ്വിമ്മിംഗ് പൂൾ, എന്തെല്ലാമാണോ നിങ്ങളുടെ ആഗ്രഹത്തിലുള്ള ആ ആഗ്രഹത്തിലുള്ളതുപോലുള്ളൊരു വീട് നിങ്ങൾ സങ്കല്പിക്കുക. അതിൻ്റെ കളറുകൾ ഫീൽ ചെയ്യുക. അതിൻ്റെ ചുമരിലൂടെ നിങ്ങളുടെ കൈകൾ സ്പർശിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ ഫീലിങ്ങിലേക്ക് നിങ്ങൾ എത്തുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾ, അമ്മയാവാം, ഭാര്യയാവാം, അച്ഛനാവാം, സഹോദരനാവാം, പ്രിയപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജ്യൂസ് നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അത് കുടിക്കുന്ന ഫീലിലേക്ക് വരിക. നിങ്ങളങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് നിങ്ങളുടെ ബാങ്കിൻ്റെ ആപ്പ് തുറക്കുന്നു. ആ ആപ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ എത്രയാണോ ആഗ്രഹിച്ചത് അത്രയും പണം അതിൽ ബാലൻസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുക. പതിയെ നിങ്ങൾ റൂമിലേക്ക് നടന്ന് അലമാര തുറക്കുന്നത് ഫീൽ ചെയ്യുക. ആ അലമാരയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഡ്രസ്സുകൾ, വാച്ചുകളുടെ കളക്ഷൻസ്, ഒരു ഭാഗത്ത് ചെരുപ്പുകളുടെ കളക്ഷൻസ്, ഒരു രാജാവ് അങ്ങനെ ജീവിക്കുക അത്രയും സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു ബെഡ്റൂം നിങ്ങൾ കാണാവുന്നതാണ്. ഒരു ഭാഗത്ത് ലോക്കറിൽ സ്വർണങ്ങളും നിങ്ങളുടെ വസ്തുക്കളുടെ പ്രമാണങ്ങളും കാണാവുന്നതാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ
വാഹനങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ കാണാവുന്നതാണ്. ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനി, നിങ്ങളുടെ ഓരോരോ കമ്പനികളായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓരോരോ കാര്യങ്ങളും നിങ്ങൾ സങ്കല്പിക്കുക. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ അച്ചീവ് ഇറ്റ്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന അവാർഡുകൾ, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് പ്രൊമോഷൻസ് ലഭിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു വ്യക്തിയായിട്ട് മാറുന്നത്, എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുന്നത്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നത്, ഒരുപാട് ആളുകൾക്ക് ചാരിറ്റി ചെയ്യാൻ സാധിക്കുന്നത്, ഒരുപാട് ആളുകളെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സാധിക്കുന്നത്, നിങ്ങൾ എന്തെല്ലാമാണോ ആഗ്രഹിക്കുന്നത് അത്തരമൊരു വ്യക്തിയായിട്ട് നിങ്ങൾ ജീവിക്കുക. ഒരു സിനിമയിൽ എന്നതുപോലെ കാണുക. 1 മിനിറ്റ് നിങ്ങൾക്കൊരു മ്യൂസിക് കേൾക്കാവുന്നതാണ്. ആ മ്യൂസിക്കിന് കൂടെ നിങ്ങളങ്ങനെ സങ്കല്പിക്കുക. ഒരു മ്യൂസിക് കേൾക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഒരു സിനിമയിൽ എന്നതുപോലെ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് ആത്മവിശ്വാസം ലഭിച്ചിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഐ ആം മോർ കോൺഫിഡൻറ്റ് റൈറ്റ് നൗ. ഞാനിപ്പോൾ ഒരുപാട് ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. എവറി ഡേ, ഇൻ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ, ഐ ആം ബെറ്റർ. എല്ലാ ദിവസത്തിലും, എല്ലാ നിമിഷത്തിലും ഞാൻ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സാമ്പത്തിക അവസ്ഥ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമ്പത്ത് ഉണ്ടാക്കുന്നതിന് ഒരുപാട് മാർഗങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നല്ല കൂട്ടുകാർ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് അവസരങ്ങൾ എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ കൂടുതൽ സമ്പന്നനായി മാറിക്കൊണ്ടേയിരിക്കുന്നു. സമ്പൽ സമൃദ്ധി ഞങ്ങളുടെ കുടുംബത്തിലും എനിക്കും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും സമ്പൽ സമൃദ്ധി എനിക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. അത് അനുദിനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഐ ആം എ റിച്ച് പേഴ്സൺ റൈറ്റ് നൗ. ഞാനൊരു വളരെ സമ്പന്നനായ വ്യക്തിയാണ്. ഐ ആം വെരി ഹാപ്പി റൈറ്റ് നൗ. ഞാനിപ്പോൾ ഒരുപാട് സന്തോഷവാനാണ്. ഐ ആം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഞാനാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഗോഡ്. ഇത്രയും അവസരങ്ങൾ നൽകിയിട്ടുള്ള ഈ പ്രപഞ്ച ശക്തിയോട് ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ഈ മെഡിറ്റേഷനിൽ നിന്നും പുറത്തു വരുന്നതിന് വേണ്ടി തയ്യാറാവുക. നിങ്ങളുടെ കാൽപാദം മുതൽ തലഭാഗം വരെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അവിടുത്തെ മസിലുകളെല്ലാം ടൈറ്റായിട്ട് വരുന്നത് ഫീൽ ചെയ്തേ. നിങ്ങളിപ്പോൾ ചുറ്റുപാടുകളെ കുറിച്ചിട്ട് അവെയർ ആണ്. ചുറ്റുപാടുകളുടെ ശബ്ദങ്ങളെല്ലാം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച പോസിറ്റീവ് എനർജി, ആ കോൺഫിഡൻസ്, ആ ധൈര്യം നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യുക. നമ്മളൊന്നും കൂടെ സന്തോഷം, നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷം സ്പ്രെഡ് ചെയ്യുക. ബ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് പുറത്തു വരുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരിക. ടേക്ക് എ ഡീപ് ബ്രീത്തിങ്. Breathe out slowly. Take a deep breathing. Breathe out slowly. Take a deep breathing. Breathe out slowly. 2 കൈകൾ കൂട്ടിപ്പിടിക്കുക. ചൂടാക്കി കവളിലും ശരീരത്തിലും വെക്കുക. സാവധാനം എണീക്കുക. പുഞ്ചിരിച്ചുകൊണ്ട് എണീക്കുക. ശേഷം നിങ്ങളുടെ ശരീരം ഒന്ന് ചലിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ സീറ്റിൽ തന്നെ ഇരിക്കാവുന്നതാണ്. താങ്ക് യു. മാജിക് മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹലോ, കേൾക്കാമല്ലോ സർ? ഓക്കെ. മാജിക് മോർണിംഗ് ടു ആൾ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ സോറി ഫോർ ദി ഡിലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് എടുക്കുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ പ്രവീണ മാമാണ്. അപ്പോൾ ഒരുപാട് പേര് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മാമിനെ കുറിച്ച് പറയുന്നത് NLP ട്രെയിനറാണ് മാം, സർട്ടിഫൈഡ് ട്രെയിനറാണ്. അപ്പോൾ നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മാമിനെ പെട്ടെന്ന് വെൽക്കം ചെയ്യാണ്. വെൽക്കം പ്രവീണ മാം, സ്റ്റാർട്ട് ചെയ്തോളൂ. Good morning, Gopika. Thank you so much.
താങ്ക് യു മാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നും നമുക്കൊരു പേർപ്പസ് ഈശ്വരൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കായിട്ട് ആ പേർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് പേരൊക്കെ വീഡിയോ ഓൺ ചെയ്ത് കാണാറുണ്ട്, പുതിയ ആളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആദ്യം. ഓക്കെ, ഇവിടെ ഓക്കെ, ശ്രീരാജിനെ കാണുന്നുണ്ട്. ശ്രീരാജിന് കേൾക്കാമല്ലോ അല്ലെ? ഗുഡ് മോർണിംഗ് ശ്രീരാജ്. ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ശ്രീരാജ് അലാറം വെക്കാറുണ്ടോ? അൺമ്യൂട്ട് ചെയ്യും, അൺമ്യൂട്ട് ചെയ്യും, അൺമ്യൂട്ട് ചെയ്യും. മ്യൂട്ടാണ്, കേൾക്കുന്നില്ല. ഞാനിപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട്. അതാണ് എന്റെ മെയിൻ പർപ്പസ് ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റ് എന്റെ റുട്ടീൻ ഒന്ന് മാറ്റാൻ വേണ്ടി, ഹാബിറ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ തീർച്ചയായിട്ടും 2 ദിവസമായിട്ടുള്ളൂ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അലാറം വെക്കാറ്. ഓക്കെ, അലാറം വെക്കാറുണ്ട്. അപ്പൊ അലാറം വെക്കുന്നതിന്റെ പിന്നിലുള്ള മോട്ടീവ് എന്തായിരുന്നു? ഒന്നുകൂടി വ്യക്തമാക്കി പറയാമോ? മോട്ടീവ് തന്നെ, ഞാൻ ഉറങ്ങിപ്പോകരുതെന്ന് കരുതിയിട്ട്, എണീക്കാൻ വേണ്ടിയിട്ട് മാത്രം. എണീക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും ഇനി ഗോപികനും കൂടി നമുക്ക് ചോദിക്കാം. ഗോപികയിലെ നമ്മളെല്ലാവരും വെൽക്കം ചെയ്തു. ഗോപിക അലാറം വെക്കാറുണ്ടോ? ഓ, ഷുവർ ആയിട്ടും വെക്കാറുണ്ട്. എന്തിനാണ് അലാറം? എത്ര പ്രാവശ്യം ഒരു ദിവസം വെക്കും? 1, 2, 3 ടൈം വരെ വെക്കാറുണ്ട്. 1, 2, 3 ടൈമിൽ എപ്പോഴാണ് ഈ അലാറം വെക്കുന്നത്? നൈറ്റ്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഒരേ ടൈമിൽ വെക്കാറുണ്ട്. ഒരേ ടൈമിൽ, അതായത് അലാറം ഒരേ ടൈമിൽ, അതായത് രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണോ? യെസ്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അലാറം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് അലാറം എന്ന് ചോദിച്ചാൽ, ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള അരിഷ എന്നെ വിളിച്ചിട്ട്, ഞാൻ യാത്രയിലായി. അപ്പൊ അരിഷ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാം നാളെ നമുക്കൊരു ക്ലാസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാം നാളെ ടോപ്പിക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ അരിഷ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് എന്റെ കയ്യിലിരിക്കുന്ന അലാറം അടിച്ചത്. ആ അലാറം എന്തിനാണെന്നോ, ഉറങ്ങിപ്പോകാതിരിക്കാനല്ല, എനിക്ക് വെള്ളം കുടിക്കാൻ സമയമായി. കാരണം യാത്രയില് വെള്ളം കുടിക്കുന്നത് ചിലപ്പോൾ മറന്നു പോകുന്നു. ഇത് നമ്മൾ പറയും നമുക്ക് സമയം കിട്ടിയില്ല എന്നൊക്കെ, നമുക്ക് പല എക്സ്ക്യൂസുകൾ. അപ്പൊ വെള്ളം കുടിക്കാനുള്ള സമയമായപ്പോഴാണ് എന്റെ അലാറം കിടന്നടിച്ചത്. അപ്പൊ പിന്നെ ഒന്നും വിചാരിച്ചില്ല, എന്തുകൊണ്ട് ഈ അലാറം തന്നെ നമുക്കൊരു ടോപ്പിക്കായിട്ട് എടുത്തുകൂടാ. ഇതിന് കാരണമുണ്ട് കേട്ടോ. ഒരിക്കൽ ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് ഒരു യാത്ര നടത്തിയ സമയത്ത് അടുത്ത നമ്മുടെ വെഹിക്കിള് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പൊ അടുത്തിരിക്കുന്ന ഒരു അമ്മയും മോനും ഉണ്ട്. അപ്പൊ ആ മോൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എനിക്ക് മൊബൈൽ തരാൻ സമയമായോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അമ്മ വാച്ചിൽ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ അലാറം അടിച്ചിട്ടില്ല. അലാറം അടിക്കുമ്പോൾ കൃത്യമായി നിനക്ക് ഞാൻ മൊബൈൽ തരും. ഇവൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ആ കുട്ടിയെ. അപ്പൊ അടുത്ത് വന്നിരുന്നിട്ട് വീണ്ടും പെട്ടെന്ന് അലാറം അടിച്ചോണ്ട് അവൻ പറഞ്ഞൊരു കാര്യം, അലാറം അടിച്ചു, ഇനി എനിക്ക് എന്റെ മൊബൈൽ തരും. അപ്പോഴും അമ്മ പറഞ്ഞ മറ്റൊരു വാക്ക്, ശരി എനിക്ക് ഇപ്പൊ ഞാൻ മൊബൈൽ തരാം, ഇപ്പൊ സമയം 11 മണി, 11:15 അടുത്ത അലാറം അടിക്കും, എനിക്ക് മൊബൈൽ തിരിച്ചു തരാം. അപ്പൊ അവൻ പറഞ്ഞു, അവൻ കൈയൊക്കെ എങ്ങനെ വെച്ചാൽ പ്രോമിസ് എന്ന് പറഞ്ഞ കൈ അമ്മയുടെ കയ്യിൽ വെച്ച് പ്രോമിസ് എന്ന് പറഞ്ഞു. അപ്പൊ സമയം ഇനി ഏറെ, കൃത്യം 11:15 അടുത്ത മൊബൈൽ അടിച്ചു. അടുത്ത മൊബൈലിൽ നിന്ന് അലാറം അടിച്ചു. അലാറം അടിച്ച ഉടനെ ഇവൻ ചെയ്തത് ഉടനെ ഈ മൊബൈൽ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. പിന്നെ അവൻ അവന്റെ വർക്കിലേക്ക് അങ്ങ് പോയി, അവന്റെ അപ്പുറത്തേക്ക് സംസാരിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഉടനെ ഈ അമ്മയോട് സംസാരിച്ചു, എന്താണ് നിങ്ങൾ ഈ അലാറം കൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പൊ അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പോ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ ഒരു മൊബൈൽ സിസ്റ്റത്തിൽ എന്റെ മകൻ വല്ലാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് എന്നെ കൊണ്ട് തിരിച്ച്, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ സഹായമായത് ഞാൻ വായിച്ച ഒരു പുസ്തകം, ഡോക്ടർ ഡാനിയൽ ആമന്റെ ഒരു പ്രശസ്തമായ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതായത് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യും. എന്തിനേറെ പറയുന്നു, 2024 നമ്മൾ എത്രത്തോളം ടാർഗറ്റുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ഡ്രീംസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഓരോ ദിവസവും ചെയ്യേണ്ട ആക്ടിവിറ്റികളെ കുറിച്ച് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, എത്ര നമ്മൾ ഫുൾഫില്ല് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇനി ഇത് അറിയാൻ പറ്റിയില്ലെങ്കിലും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം, നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഇരിപ്പുണ്ട്. ഇവിടുന്നാണ് ഞാൻ പോലും ഈ അലാറം യൂസ് ചെയ്ത് തുടങ്ങിയത്. അതായത് കൃത്യം
എന്റെ 2024 ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ദിവസം മിനിമം 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാവലിംഗ് വരുന്ന സമയത്ത് ഇത് വളരെ ഒരു പ്രശ്നമായിരുന്നു. കാരണം വെള്ളം കുടിക്കുമ്പോൾ ഒന്നാമത്തെ വിഷയം വരുന്നത് ഈ ട്രാവലിംഗിന്റെ ഇടയിൽ ഒന്ന് വാഷ്റൂമിൽ പോകാനുള്ള ഒരു അവസരം. അപ്പൊ അടുത്ത ഒരു ബ്ലോക്ക് ഞാൻ തന്നെ അവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് വെള്ളം കുടിച്ചാൽ എനിക്ക് കൃത്യമായിട്ടുള്ള വാഷ്റൂമിൽ പോകാൻ സാധിക്കുമോ എന്നൊരു ബ്ലോക്ക് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ക്രിയേറ്റ് ചെയ്താണ്, അല്ലെങ്കിൽ ചുറ്റുപാട് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നതല്ല എന്നുകൂടി ഓർക്കുക. പക്ഷെ എന്റെ ടാർഗറ്റിൽ അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദിവസവും മിനിമം 3 ലിറ്റർ മാക്സിമം 4 ലിറ്റർ വെള്ളം വരെ എനിക്ക് കുടിക്കണം. അപ്പൊ അടുത്ത ഈ കുടിക്കണം എന്ന് എഴുതി വെച്ച് ഈ ടാർഗറ്റിന് അടുത്ത് എഴുതി അടുത്ത എന്റെ ഒരു തോട്ട്, എന്റെ ഒരു നെഗറ്റീവ് തോട്ട് കടന്നു, ഇത് എനിക്ക് സാധിക്കുമോ? ഈ സാധിക്കുമോ എന്ന് ചോദിച്ചെടുത്താണ് ഞാൻ തുടങ്ങുന്ന എക്സ്ക്യൂസസ് വരുന്നത്. ഈ എക്സ്ക്യൂസസ് മറികടക്കാൻ ഒരു പക്ഷെ എന്നെ ഈ കുട്ടിയുടെ അമ്മ പറഞ്ഞ ഒരു തോട്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അലാറം ഞാൻ ഈ കുഞ്ഞിന് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ 2024 ഏകദേശം പകുതിയായപ്പോൾ മുതൽ ഇത് ഞാനും ചെയ്യാൻ തുടങ്ങി. കൃത്യസമയത്ത് ഇടവേളകളിൽ എന്ത് ചെയ്യുന്നു, അവിടെ അലാറം സെറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ പലപ്പോഴും വെള്ളം കുടിക്കുന്ന ഒരുപാട് വെള്ളം കൊടുത്തു കുടിക്കും. അപ്പോൾ നമ്മുടെ ബോഡിക്ക് അത് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പകരം കൃത്യമായ ഇടവേളയിൽ ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ, ഒരു 20 മിനിറ്റ് കൂടുമ്പോൾ ഈ മൊബൈൽ അലാറം വെച്ച് തുടങ്ങി. യാത്രയിലാണെങ്കിലും കൃത്യസമയത്തിന് ആ വെള്ളം കുടിച്ചു തുടങ്ങി എന്നതാണ് സത്യം. ഇത് ഞാൻ സ്വയം എന്റെ ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോയപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഇടവേളകൾ ഞാൻ കണ്ടെത്താൻ തുടങ്ങി എന്നുള്ളതാണ്. കാരണം ബ്ലോക്കുകളെ ഞാൻ ബ്രേക്ക് ചെയ്തു തുടങ്ങി. അപ്പൊ ലോങ് ജേർണി ആണെങ്കിലും തീർച്ചയായിട്ടും ഇപ്പൊ KSRTC ബസ് അടക്കം കൃത്യമായ ഇടവേളകൾ എവിടെയെങ്കിലും ഒക്കെ നിർത്തുന്നുണ്ട്. ആ നിർത്തലുകൾ നമുക്ക് എന്ത് ചെയ്യാം, വാഷ്റൂം ഉപയോഗിക്കാം. അപ്പൊ ഇന്നലെ ഞാൻ എറണാകുളത്ത് നിന്ന് പാലക്കാടേക്കാണ് യാത്ര. തൃശ്ശൂർ എത്തിയപ്പോൾ അവിടെ 20 മിനിറ്റ് ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നിർത്തിയ സമയത്ത് ഞാൻ ഉടനെ ചെയ്തത്, ഞാൻ എഴുതി വെച്ച ഒരു ഇന്റൻഷൻ, എനിക്ക് ഇത്രയും വെള്ളം കുടിക്കണം, ഈ വെള്ളം കുടിച്ചാൽ മാത്രം പോലെ ഇത് ശരീരത്തിൽ നമുക്ക് പുറന്തള്ളേണ്ടതുകൊണ്ട് ഉടനെ ആ 20 മിനിറ്റിന്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ള വാഷ്റൂമിൽ പോയി ഞാൻ എന്റെ കാര്യം സാധിച്ചു. ഇത് എന്തുകൊണ്ടാ വീണ്ടും അടുത്ത അലാറം തുടങ്ങിയപ്പോൾ എനിക്ക് ഒട്ടും ഭയം തോന്നിയില്ല. ഞാൻ വീണ്ടും വെള്ളം കുടിച്ചു. ഇനി മറ്റൊരു രീതിയിൽ ഈ അലാറം ഉപയോഗിക്കാം എന്ന് ഞാൻ പഠിച്ചത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു അലാറം സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവ് തോട്ടുകൾ കടന്നു വരും. കാരണം ജീവിതം അങ്ങനെയാണ്. നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ നാം അറിഞ്ഞോ അറിയാതെയോ സബ് കോൺഷ്യസ് മൈൻഡിൽ നാം ശേഖരിച്ചു വെച്ചിരിക്കുന്ന തോട്ടുകൾ കടന്നു വരും. ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ ഈ അലാറം സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ഈ 15 മിനിറ്റ് നാം പ്രാക്ടീസ് ചെയ്തേ പറ്റി. ഈ 15 മിനിറ്റിനുള്ളിൽ എത്ര നെഗറ്റീവ് തോട്ടുകൾ എന്നിലൂടെ കടന്നുപോയി, എത്ര ചിന്തകൾ കടന്നുപോയി, ഞാൻ എന്റെ ടാർഗറ്റിൽ എത്ര ഫുൾഫിൽ ചെയ്തു. വെള്ളം കുടിക്കുന്നതാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഞാൻ റീഡിങ് പോലും ഇങ്ങനെ ഇപ്പൊ അലാറം വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം അത് മറ്റൊരു ടാർഗറ്റാണ്. മിനിമം 10 മുതൽ 20 പേജ് വരെ വായിച്ചിരിക്കണം. അതിന് പറയുന്ന ഞാൻ തന്നെ പറയുന്ന എക്സ്ക്യൂസസ് എന്താന്ന് വെച്ചാൽ, യാത്രയിൽ എനിക്കത് സാധിക്കുന്നില്ല, പലപ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ഈ 24 മണിക്കൂറിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ വിഷയത്തിലേക്കും എത്തിയ വ്യക്തികളുടെ അവരുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ അവർക്ക് എക്സ്ക്യൂസുകളില്ല. വീണ്ടും ഞാൻ ഈ ഒരു അലാറം യൂസ് ചെയ്തു, അലാറം സെറ്റ് ചെയ്തു. എന്തിനാണെന്ന് വെച്ചാൽ, വായിക്കുന്ന സമയത്തിനാണ് ആദ്യം അലാറം സെറ്റ് ചെയ്തത്. പക്ഷെ ചില സമയങ്ങളിൽ, ചില യാത്രകളിൽ, ചില മീറ്റിങ്ങുകളിലൊക്കെ ഇത് സാധ്യമല്ലാതെ വന്നപ്പോൾ ഞാൻ അലാറം സെറ്റ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് അലാറം സെറ്റ് ചെയ്തു. ഈ അലാറം സെറ്റ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്. 4 ടാർഗറ്റുകൾ ഫിക്സ് ചെയ്തു. റീഡിങ്, എന്തെങ്കിലും നെഗറ്റീവ് തോട്ട് ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക, നോട്ട് ഡൗൺ യുവർ നെഗറ്റീവ് തോട്ട്. വെള്ളം കുടിക്കുക, ഒന്ന് എഴുന്നേറ്റ് ഒരു ബ്രേക്ക് എടുക്കുക. കാരണം കണ്ടിന്യൂസ് നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് എടുക്കാൻ മറന്നു, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ അലാറം 15 മിനിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വർക്കിന്റെ ഇടയിലും ആദ്യത്തെ അലാറം അടിച്ച് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കുക. ഇനി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ ഈ അലാറം സെറ്റ് ചെയ്യുന്ന സമയത്ത് എടുത്ത് വെള്ളം കുടിക്കുക. ഇനി വായിക്കാനാണ് നിങ്ങൾ അലാറം സെറ്റ് ചെയ്തിരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു 5 വരിയെങ്കിലും ആ റീഡിങ്ങിന്റെ അലാറം മുഴങ്ങുമ്പോൾ ചെയ്തിരിക്കുക എന്നുള്ള ടാസ്കിലേക്ക് കടന്നു പോകുമ്പോൾ നാം എഴുതി വെച്ച ആദ്യം ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനാവും. മറ്റൊരു ടാർഗറ്റ് ഞാൻ കണ്ടെത്തിയത്, ഈ 15 മിനിറ്റിന്റെ ഉള്ളിൽ
എനിക്ക് എന്തെല്ലാം നെഗറ്റീവ് തോട്ടുകൾ വന്നു, എന്ത് ഫീലിങ്സ് ആണ് ഞാൻ ആ സമയത്തിലൂടെ കടന്നുപോയത്. കാരണം ഈ ഫീലിങ്സ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നാം അറിയാതെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്നും കൂടി ഓർക്കുക. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. കോൺഷ്യസ് ആയിട്ടുള്ള ആള് വെറും ഗേറ്റ് കീപ്പർ മാത്രമാണ്. ഇത് പുറത്തേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ സൂക്ഷിക്കുന്ന കോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ രേഖപ്പെടുത്തുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. അപ്പൊ ഈ 15 മിനിറ്റിൽ എന്റെ 4 ടാസ്ക് അവിടെ ഉണ്ട്. ഒന്ന്, വെള്ളം കുടിക്കണം, അത് ഇപ്പൊ ചെയ്യുന്നുണ്ട്. രണ്ടാമത്, എന്ത് നെഗറ്റീവ് തോട്ട് ഈ 15 മിനിറ്റിന്റെ ഉള്ളിൽ എന്നിലേക്ക് കടന്നു വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാവും: ഒരു ജോലിയും നടക്കും, എനിക്കിത് സാധിക്കില്ല, എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണ്, ഇത് എങ്ങനെ ചെയ്യും? ഇത്തരം പല നെഗറ്റീവ് തോട്ടുകളും നമുക്ക് എഴുതി വെക്കാം. മൂന്നാമതായിട്ട് ഞാൻ കണ്ടത് വായന. ഒരു 10 മുതൽ 20 പേജ് കണ്ടിന്യൂസ് ഇരുന്ന് വായിക്കുക എന്ന് പറഞ്ഞാൽ മടിയായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഒരു 4 വരിയെങ്കിലും വായിക്കും. ആ 4 വരി വായിക്കുമ്പോൾ അതിലുള്ള കണ്ടന്റ് നമ്മളിലേക്ക് എത്തും. അടുത്തത് വെള്ളം. പിന്നെ എഴുതുന്നത് എനിക്ക് ബ്രേക്ക് എടുക്കാം. അപ്പൊ ഈ 15 മിനിറ്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ കണ്ടിന്യൂസ് ജോബ് ആണെങ്കിൽ 20 അതൊരു ജാപ്പനീസ് ടെക്നിക്ക് കൂടിയാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് നിർബന്ധമായും എടുത്തിരിക്കണം. കാരണം ബ്രെയിനിൽ അത് രേഖപ്പെടുത്തണമെങ്കിൽ ഇത്തിരി സമയം ആവശ്യമാണ്. കണ്ടിന്യൂസ് വർക്കിനിടയിൽ നമ്മൾ പോലും നമ്മുടെ ജോബിനെ ആണെങ്കിലും ഏത് ജോലിയിലാണെങ്കിലും നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇടയിലുള്ള ഈ ബ്രേക്ക് എടുക്കാതെ പോകുന്നത് കൊണ്ടാണ്. ഇത് എനിക്ക് പോലും മനസ്സിലായത് ഈ അമ്മ കുഞ്ഞിന് വേണ്ടി എടുത്ത ഒരു അലാറം സെറ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. ഇതുപോലെ അവന്റെ എല്ലാ കാര്യത്തിലും അലാറം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു ഗുണം എനിക്ക് മനസ്സിലായത് ഇതാണ്: ഈ അലാറം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചു കാലത്തേക്ക് ഇതിന്റെ ഒരു പ്രാക്ടീസ് ആവശ്യമുള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ അലാറത്തിന്റെ ഗുണം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ അലാറം ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്കൂ. കണ്ടിന്യൂസ് അലാറം വെച്ച് നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ദിവസം അലാറം അടിക്കാതെ പോലും ആ കൃത്യസമയത്ത് നിങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ദിവസം അലാറം അടിക്കാതെ, കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്തൊരു ആക്ടിവിറ്റിയുടെ ഫലമാണ് ഈ അലാറം സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു ദിവസം മറന്നുപോയാൽ ഇനി അന്ന് എഴുന്നേൽക്കണ്ടെന്ന് വിചാരിച്ചാൽ പോലും കണ്ടിന്യൂസ് ചെയ്തു പോയ ഒരു ആക്ടിവിറ്റിയുടെ ഫലം എന്നോണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ബ്രെയിനിലേക്ക് മെസ്സേജ് പോയിട്ടുണ്ടാവും. കൃത്യമായി ദിവസവും എഴുന്നേൽക്കുന്ന സമയം അത് ഉടനെ നമ്മൾ അറിയിക്കും. നാം ഓട്ടോമാറ്റിക്കലായി എണീക്കുകയും ചെയ്യും. ഇനി ഇത് ഉണർന്നെഴുന്നേൽക്കാൻ മാത്രമാണ് ഇതുവരെ അലാറം ഉപയോഗിച്ചതെങ്കിൽ ഇനി ഓരോ നിങ്ങളുടെ ടാർജറ്റിനും നിങ്ങൾ അലാറം സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തെങ്കിലും നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള മരുന്ന് കഴിക്കുന്ന കാര്യമാണെങ്കിലും, നിങ്ങൾ വായനയുടെ കാര്യമാണെങ്കിലും, ജീവിതത്തിൽ എന്ത് ടാർഗറ്റ്, എന്ത് ഡ്രീംസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അത് കൃത്യമായി പാലിക്കാൻ നമ്മുടെ കയ്യിൽ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഈ ഒരു മൊബൈൽ സിസ്റ്റത്തിലുള്ള അലാറം നമ്മെ സഹായിക്കും. രാത്രി ഉറങ്ങുന്നതിന് മുൻപേ ഒരു പക്ഷെ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നവരായിരിക്കാം. ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫീലിങ്സിനെ കൂടെ നോട്ട് ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ചില സമയങ്ങളിൽ നാം കണ്ടെത്തുന്ന ഒരു കുഞ്ഞ് എക്സ്ക്യൂസ് ആണ് മറന്നുപോയി. സ്ഥിരമായി ഒരേ സമയത്ത് കൃത്യമായിട്ട് അലാറം സെറ്റ് ചെയ്യുക. 10 മണിക്കാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ ഒരു 9:45 ആകുന്ന സമയത്ത് ഒരു അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നേ ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ കൃത്യമായി എഴുതാൻ സാധിക്കും. ഒരു 10-20 ദിവസം കഴിയുമ്പോൾ അത് നമ്മുടെ ഹാബിറ്റായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യം 9:45 ആകുമ്പോൾ മനസ്സിലേക്ക് അറിയാതെ ആ മിറാക്കിൾ കടന്നു വരും. എനിക്കിപ്പോ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതേണ്ട സമയമാണ്. അതിന് ബുക്കോ പെന്നോ ഒന്നും വേണമെന്നില്ല. എവിടെ യാത്രയിലാണെങ്കിലും ഒട്ടനെ നമ്മൾ ചെയ്ത ശീലത്തിന്റെ ഭാഗമായി മൊബൈൽ എടുക്കുക, രേഖപ്പെടുത്തുക. അത്തരം ആപ്പുകൾ മൊബൈലിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ അതിന്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് നോട്ട്സ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. ഒന്ന് ശ്രമിച്ചു നോക്കൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ആദ്യം ഫീൽ ചെയ്യുമെങ്കിലും ഇത്തിരി ഇത് കടന്ന് അടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫീൽ ഉണ്ടാവുമെങ്കിലും ഒരു 10-20 മാസം, അറ്റ്ലീസ്റ്റ് ഒരു 30 ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ, തൊട്ടടുത്ത ദിവസം മുതൽ അറിയാതെ നിങ്ങൾ പോലും നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒരു അലാറം കൊടുക്കുന്ന ഫീൽ ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ സമയത്ത്, നിങ്ങൾ എന്താണോ നിങ്ങൾ ഈ വർഷം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, അത് നിങ്ങളെ വളരെ സഹായിക്കും. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് നമ്മളുടെ ഒരു ശീലമായി മാറാനും സഹായിക്കും. ഒരു ശീലം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും, നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്തരം ഒരു കുഞ്ഞ് അലാറം കൊണ്ട് നമുക്ക് നമ്മുടെ ഓരോ ശീലങ്ങളും വളർത്തിയെടുക്കാൻ കഴിയും, നമ്മളെ ഓർമ്മപ്പെടുത്താൻ കഴിയും.
നാം കണ്ടെത്തുന്ന എക്സ്ക്യൂസുകൾ നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. കാരണം ഈ അലാറം കൊണ്ട് സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പോലും വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇന്നലെ പോലും ഞാൻ അലാറം സെറ്റ് ചെയ്യ ദിവസവും ഞാൻ അലാറം സെറ്റ് ചെയ്യും, പക്ഷെ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവാറില്ല. അതിന്റെ മുൻപ് തന്നെ അലാറം സെറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ പലപ്പോഴും മിക്കവാറും ഞാൻ ഉണർന്നെഴുന്നേൽക്കാറുണ്ട്. കാരണം അത് കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലമാണ്. പക്ഷെ പിന്നെയും നമുക്കൊരു ഭയം, ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, അലാറം അടിച്ച് അലാറം സെറ്റ് ചെയ്ത് നോക്കൂ. കുറെ കഴിയുമ്പോൾ നാം പോലും അറിയാതെ നമ്മൾ സ്വാഭാവികമായി ഉണർന്നെഴുന്നേൽക്കുന്നത് ഈ മനസ്സിൽ രേഖപ്പെടുത്തിയ ചില മെസ്സേജുകളാണ്. ആ മെസ്സേജുകൾ സെറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അലാറം ഉപയോഗപ്പെടുത്താൻ പറ്റും. എന്തും ഓർമ്മിക്കാൻ, നിങ്ങൾക്ക് മറന്നു പോകുന്നു എന്ന് പറഞ്ഞ ശീലങ്ങൾ പോലും അത് കൃത്യസമയത്ത് ചെയ്യാൻ വേണ്ടി ഒരാളുടെ സഹായം ആവശ്യമില്ല. നമ്മളുടെ ഒരൊറ്റ മൊബൈൽ മാത്രം മതി. അതിൽ നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ട കാര്യം ഏത് സമയത്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യുക, കൃത്യമായി ഫോളോ ചെയ്യുക. ഇത് ഒരു ശീലമായി കഴിയുമ്പോൾ പിന്നീട് നമുക്ക് നമ്മുടെ ഏത് ഹാബിറ്റിനെയും ഭംഗിയായി പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞ് അലാറം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ടാർഗറ്റുകളും നിങ്ങളുടെ ഡ്രീംസുകളും ഫോളോ ചെയ്യാൻ ഏറ്റവും എളുപ്പമായ മാർഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഒരു അലാറം കൊണ്ട് ഇത്രയും വലിയൊരു ഹാബിറ്റും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പലർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ മാം പറഞ്ഞ പോലെ അലാറം വെക്കുമ്പോൾ നമുക്ക് ഓരോ എക്സ്ക്യൂസുകൾ ഉണ്ടായിരിക്കും. എക്സ്ക്യൂസ് ഇസ് നോട്ട് എ റീസൺ എന്നാണ് സേഫ് സാർ എപ്പോഴും പറയുക. അതേപോലെ സെൽഫ് ചീറ്റിംഗ് ആണ് എക്സ്ക്യൂസ് എന്നാണ് പറയാറുള്ളത്. അപ്പോ അലാറം ഡെയിലി അലാറം വെക്കുക, സെറ്റ് ചെയ്യുക. റിമൈൻഡർ ആണ് ശരിക്കും അലാറം അല്ലേ? അപ്പൊ അലാറം വെക്കുമ്പോ തന്നെ അല്ലാതെ എന്ത് എണീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല. മാം ചോദിച്ചപ്പോഴും ഞാൻ ആദ്യം തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ മറന്നു പോകുന്ന പല ഹെൽത്ത് ആയാലും നമ്മുടെ എന്ത് കാര്യങ്ങളായാലും ഇപ്പോൾ ഒരു റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ അലാറം വെക്കായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോ ഇതുപോലത്തെ അനുഭവങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എന്തായാലും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇല്ലേ? ഓക്കെ, ഉണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, നസീറ മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. നസീറ. മാമിന്റെ ക്ലാസ് കഴിഞ്ഞ ഉടനെ എനിക്ക് ഫീഡ്ബാക്ക് പറയണം. പിന്നെ ഇന്ന് മാം പറഞ്ഞു തന്ന കാര്യം ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അതെനിക്ക് വളരെ ഒരു എന്തെന്നാ പറയാ നല്ലൊരു കാര്യമാണ് അത് മാം പറഞ്ഞത്. എനിക്ക് മറവി കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ മാം പറഞ്ഞു തന്ന കാര്യം ഞാൻ ചെയ്യാറുണ്ട്. നല്ലൊരു കാര്യമാണ് അത്. പിന്നെ ഉണരുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുൻപ് ഞാൻ അലാറം അറിയാണ്ട് എണീക്കാറുണ്ട്. അതും മാം പറഞ്ഞത് ശരിയാണ്. പിന്നെ എൻ്റെ മോൻക്കും ഞാൻ ഫോണ് കൊടുക്കുമ്പോഴും ഒരു 10 മിനിറ്റ് മുൻപ് അലാറം വെക്കും, എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്. അത് ചിലപ്പോൾ അവന് ഓഫായിക്കാളും. അപ്പൊ എനിക്കറിയാം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അലാറം അടിഞ്ഞു, ഇല്ല. പിന്നെ അടിഞ്ഞേനു, എന്താ ഞാൻ അങ്ങനെ ചെയ്തേ, അമ്മ എനിക്ക് തിരിച്ചു വാങ്ങല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്താന്ന് പറയും. അങ്ങനെയും ചെയ്യാറുണ്ട്. നല്ലൊരു മെസ്സേജാണ് മാം പറഞ്ഞു തന്നത്. ഞാൻ ചെയ്യാറുണ്ട് മാം. താങ്ക് യു. നസീറ, താങ്ക് യു സോ മച്ച്. നസീറയുടെ സ്വന്തം അനുഭവം ഷെയർ ചെയ്തത്. അതെ, ഓക്കെ. താങ്ക് യു സോ മച്ച്. ദെൻ സുനിൽ സർ. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെ ഇതൊരു നല്ലൊരു ടോപ്പിക്കാണ്. അലാറത്തിന്റെ നമ്മള് ഹാബിറ്റ് ക്രിയേഷൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് മുമ്പേ അറിയായിരുന്നു, പക്ഷെങ്കിൽ ഇത് ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അലാറം സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ടെക്നിക്കൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. മൊബൈലിൽ അലാറം സെറ്റ് ചെയ്യുന്നത് ഒരു കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ 4 ദിവസം ഈ ന്യൂ ഇയർ കംപ്ലീറ്റ് യാത്രയിലായിരുന്നു. എന്റെ കേസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടും പിന്നെ പല ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലെറ്ററിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ പിന്നെ 4 പ്രാവശ്യം ഞാൻ കറങ്ങേണ്ടി വന്നു. ഒരു ചെറിയൊരു ഈ PSC ഓഫീസിൽ പിന്നെ അവർ ചെറിയ ഫോം, ഒരു കുത്ത് ഫോമോ ഒന്നും കുറഞ്ഞു പോയിട്ട് തന്നെ അവരത് വീണ്ടും തിരിച്ച് മാറ്റിയിട്ട് ഫോം ഫില്ലപ്പ് ചെയ്യുന്ന എന്നെ 4 പ്രാവശ്യം ഓടിച്ചു ബാംഗ്ലൂരിലേക്ക്, ഈ PSC ഓഫീസിൽ നിന്ന്. ചെറിയ അഡ്രസ്സിന്റെ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട്, ചെറിയ കുത്തിന്റെ, എന്റെ പേര് സുനിൽ CV എന്നുള്ളത് സുനിൽ എന്ന് മാത്രം എഴുതിക്കൊണ്ട് ആ CV എഴുതുന്നതുകൊണ്ട് അവർ ആദ്യം തന്നെ ബാംഗ്ലൂർക്ക് ഓടിച്ചു. പിന്നെ അതുപോലെ തന്നെ സിഗ്നേച്ചറിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഞാൻ 4 പ്രാവശ്യമായിട്ട് ബാംഗ്ലൂർ കേസിന്റെ കാര്യം അതിന് വേണ്ടി ഓടി. അപ്പൊ ഞാൻ PSC പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ കുറെ ഡെയിലി ടോപ്പിക് ഒക്കെ ഒരുപാട് മിസ്സായി പോയി. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ അലാറം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതൊക്കെ റിമൈൻഡ് ചെയ്യാനും പറ്റുന്നുള്ളതാണ്. പക്ഷെ എന്നാലും എനിക്ക് അലാറം ഇല്ലാണ്ട് തന്നെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ എന്നാലും
കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല മാഡം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു തരുന്നത്? താങ്ക് യു സുനിൽ, താങ്ക് യു ഫോർ ഓപ്പൺ ഷെയറിംഗ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സുനിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അലാറം വെച്ചാലും എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതും ഞാൻ പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണെന്ന് ആദ്യം തിരിച്ചറിയും. എന്തിനാണ് ഞാൻ ഇത്രയും എഫേർട്ട്? നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എന്തിനാണ് ഞാൻ അലാറം സെറ്റ് ചെയ്യേണ്ടത്? അതിന്റെ പിന്നിൽ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് പിന്നിൽ അത് പൂർത്തീകരിക്കാനാണ് ഞാൻ ഇവിടെ അലാറം വെച്ചിരിക്കുന്നത്. ആ ലക്ഷ്യം ശക്തമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് ഫോളോ ചെയ്തേ പറ്റും. നമ്മളോട് തന്നെ നമ്മൾ ചോദ്യം ചോദിക്കുക എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ടോ വാക്കുകൾ കൊണ്ടല്ല, എഴുതുക എന്നുള്ളതാണ്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ അലാറം സെറ്റ് ചെയ്തത് ഇന്ന ലക്ഷ്യത്തിന് വേണ്ടി. ഈ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ ഇതിന്റെ അഡ്വാൻറ്റേജുകൾ ഉണ്ട്. എഴുതി നോക്കൂ. ഇത് ഞാൻ അലാറം ഓഫ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാതിരുന്നാൽ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇത് മനസ്സിലിട്ട് ചിന്തിച്ച് കുഴപ്പിക്കാതെ കൃത്യമായിട്ട് ഞാൻ ഇതിന്റെ എക്സ്ക്യൂസുകൾ എന്തെല്ലാം കണ്ടെത്തുന്നു എന്നുള്ള ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും കൃത്യമായി എഴുതി നോക്കൂ. ഈ ഡിസഡ്വാൻറ്റേജുകൾ ഫോളോ ചെയ്താൽ ഞാൻ എവിടെ എത്തും? എഴുതി വെക്കാം. ഇങ്ങനെ ഞാൻ ചെയ്യാതിരുന്നാൽ എന്റെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ എവിടെ എത്തും? ഇത് എഴുതി വരുമ്പോ നമുക്ക് തന്നെ തിരിച്ചറിയും ഇതിന്റെ എല്ലാത്തിന്റെ കാരണം ഞാൻ എന്ന വ്യക്തി മാത്രമാണ്. ഞാൻ പറയുന്ന അതിന് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്ന, മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്ന വെറും സില്ലി ആയിട്ടുള്ള എക്സ്ക്യൂസസുകൾ മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് തന്നെ നമ്മളിലേക്ക് ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ കഴിയും. നമ്മുടെ ഇന്നറിലേക്ക് ചിന്തിക്കാൻ ഒരു അവസരം കൂടി കിട്ടും. സുനിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ഒരു അലാറം സെറ്റ് ചെയ്തു, അതായിരുന്നു എന്റെ ലക്ഷ്യം. ഇത് ഞാൻ അലാറം ഓഫ് ചെയ്യുന്നു. എന്തുകൊണ്ട്? പിന്നെ എന്തിനാണ് ഞാൻ അലാറം സെറ്റ് ചെയ്തു? അതാണ് ഒന്നാമത്തെ ചോദ്യം. എന്തിനാണ്? എന്റെ ലക്ഷ്യം ഇതായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഞാൻ അലാറം ഓഫ് ചെയ്തു? അതിന് ഞാൻ കണ്ടെത്തിയ എക്സ്ക്യൂസുകൾ എന്താ? എഴുതൂ. അതിന്റെ ഓഫ് ചെയ്താൽ ഇന്ന ഡിസഡ്വാൻറ്റേജുകൾ ഉണ്ട്, ഇന്ന അഡ്വാൻറ്റേജുകൾ ഉണ്ട്. ഓഫ് ചെയ്യാതെ ഞാനത് പിന്തുടർന്നാൽ എന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജുകൾ. ഇതിൽ നിന്ന് ഫൈനലി സുനിൽ ഒരു ആൻസറിലേക്ക് എത്തും. അത് എത്തുമ്പോൾ സുനിലിന് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റും. ശ്രമിച്ചു നോക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഓക്കെ താങ്ക് യു. വെൽക്കം. ഓക്കെ, താങ്ക് യു സുനിൽ സർ. ദെൻ സിന്ധു മാം. ഗുഡ് മോർണിംഗ്. അടിപൊളി ഒരു സെക്ഷൻ ആണ് നിർത്തത്. കേൾക്കണില്ലേ? കേൾക്കാലോ. ഓക്കെയാണ് മാം. ആ എന്താന്ന് പറയാ, നമ്മള് അത്ര തന്നെ ഒരു പ്രാധാന്യം കൊടുക്കാത്ത ചെറിയൊരു ടോപ്പിക്കാണിത്. അലാറം എല്ലാരും നിത്യേന കേൾക്കുന്ന ഒരു വാക്ക്. പക്ഷെ അതിനെ ഇത്രത്തോളം എല്ലാരും മനസ്സിലേക്ക് എത്തിക്കാൻ പ്രണവനെ കഴിയുള്ളൂ. അപ്പൊ നല്ലൊരു ടോപ്പിക്കാണ് എടുത്തത്. അപ്പൊ ഞാൻ ഒരിക്കൽ ഇതിൽ പറയണ്ടായി അലാറത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച്. കാരണം ഞാൻ അംഗൻവാടിയിലെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ ഫോണിലാണ് ഞങ്ങൾ ചെയ്യാറെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യണവർക്ക് ഇൻസെന്റീവ് ഒക്കെ ഉണ്ട്. 250 രൂപ ഇൻസെന്റീവ് ഉണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഒരു 6 മാസത്തെ തുക കിട്ടിയപ്പം എനിക്ക് വളരെ കുറവായി. അപ്പൊ സൂപ്പർവൈസർ പറഞ്ഞ്, എപ്പോഴും പറയും ചെറിയോൻ പറഞ്ഞാലും ചവിട്ടി പോണം, സാറ് പറയുന്നതാണ്. ഞാൻ അന്നും പറഞ്ഞു ചെയ്യണം എന്നുള്ളത്. എന്നിട്ട് എപ്പോഴും മറന്നു പോവും. ലാസ്റ്റ് എനിക്ക് വളരെ ചെറിയൊരു എമൗണ്ട് ആക്കി കിട്ടി. ഞങ്ങള് 83 ടീച്ചേഴ്സിന്റെ ഇടയിൽ എനിക്ക് മാത്രം കുറച്ച് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. മറവി കൊണ്ട് വന്നു പോയതാണ്, എന്റെ തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് എനിക്ക് ഒരു ഓപ്ഷൻ ഇതൊന്ന് ശ്രീകൃഷ്ണ പറഞ്ഞെന്ന് നമ്മളെ ഓസ്റ്റിൻ സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്റെ മരുമകൾ എന്നിട്ട് അത് 3 നേരാക്കി വെച്ചെന്നു, ഇനിയും മറക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം അലാറം അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ അവിടെ നമ്മളത് ഒഴിവാക്കും. അപ്പൊ വീണ്ടും നമ്മൾ മറക്കുകയാണ്. അപ്പൊ വീണ്ടും ഓർമ്മപ്പെടുത്താൻ വേണ്ടി വീണ്ടും അങ്ങനെ അംഗൻവാടി ഓപ്പൺ ചെയ്യാനും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനും ഫോണിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടും അവരെനിക്ക് 3 തവണയാണ് അലാറം വെച്ചെന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു 5-6 മാസമായിട്ട് ഇങ്ങോട്ട് ഞാന് മറക്കാതെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അലാറത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യണത് ഇനിയിപ്പൊ അതും കൂടി ഒന്ന് കുറച്ച് നിർത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. നമുക്കൊരു ടൈം വെച്ചിട്ട് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് എടുക്കണം എന്നുണ്ട്. അതും കൂടി ഇതിൽ ചെയ്യാൻ പറ്റുമോ നോക്കണം. അതുപോലെ മാം പറഞ്ഞ പോലെ വെള്ളം കുടിക്കുക.
എല്ലാവരും മറക്കണ ഒരു കാര്യമാണ് വെള്ളം കുടിക്കാൻ. നമ്മള് ഓട്ടത്തിന്റെ ഇടയിൽ നമ്മളെ സ്വന്തം കാര്യം മറക്കും. അപ്പൊ അലാറം വെച്ചിട്ട് വെള്ളം കുടിക്കുക, അലാറം വെച്ച് ഭക്ഷണം കഴിക്കുക. അലാറത്തിനൊരു വലിയ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ ആരും മനസ്സിലാക്കണില്ല എന്നുള്ളതാണ്. അപ്പൊ നല്ലൊരു ടോപ്പിക്കായിട്ടാണ് മാം വന്നത്. മാമിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുമ്പോ അത് കുറച്ചും കൂടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു ഗോപി. ഹലോ, ഇതില് ഏതൊക്കെ ആപ്പ് ഉണ്ട്? ആപ്പ് ഇതില് നമുക്ക് ബെസ്റ്റ് ഉള്ളത് അലാം ആപ്പ് ഏതൊക്കെ ഉണ്ടോ? നമ്മളത് അലാറം നമ്മുടെ സൗകര്യത്തിന് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ, താങ്ക് യു ഓൾ. ദെൻ നെക്സ്റ്റ് ആരാ വരുന്നേ? ഒരു 5 മിനിറ്റ്സും കൂടെ ഉണ്ട് നമുക്ക്. ആരെങ്കിലും സംസാരിക്കാൻ മുന്നോട്ട് ഹലോ വരും? മാം, ഓക്കെ, ഞാൻ സംസാരിക്കും. അബിതയാണ്. ഞാൻ 2022 ആദ്യമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നത് അനുവിൻഡ് സാർ എന്ന് പറഞ്ഞ ഒരു സാറിൻ്റെ ആയിരുന്നു. അപ്പൊ സാർ ഇങ്ങനെ ഒരു ആപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് ഓരോ മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ അഫർമേഷൻ പറയണം. ഇപ്പൊ ഇന്ന് ഒരു അഫർമേഷൻ ആണെങ്കിൽ നാളെ ഒരു അഫർമേഷൻ. ഇന്നിപ്പോ ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഇത് പറയണം. അപ്പൊ നമ്മൾക്ക് മറന്നു പോവാതിരിക്കാൻ ഈ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു ഇതായിരുന്നു. ഞാൻ എന്താ പറയാ, ആ സമയമാകുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ നമുക്ക് ആ ഒരു അഫർമേഷൻ ഓർമ്മ വരും. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ മാം, താങ്ക് യു. ഓ ഗ്രേറ്റ് അബിത, താങ്ക് യു സോ മച്ച്. കണ്ട ഒരു കുഞ്ഞു കാര്യമാണ് അലാറം. ഇന്ന് എത്ര പേര് അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇവിടെ ഷെയർ ചെയ്ത് തന്നു. അത്രയും നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഈ ഒരു സാധനത്തെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അത് നമ്മുടെ വളർച്ചയ്ക്കാകട്ടെ. ഞാൻ പോലും സത്യം പറഞ്ഞ അലാറം എടുക്കുമ്പോൾ ഇത്രയും എഫക്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ ഇത്രയും ഷെയറിങ് കൊണ്ട് ഞാനും പഠിക്കുകയാണ്. ഞാനും അതാണ് ഇടയ്ക്ക് പോയിന്റുകളൊന്നും എഴുതി വെച്ചത്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഇപ്പൊ ആൾമോസ്റ്റ് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ എല്ലാ ദിവസവും എല്ലാവരും ആക്റ്റീവ് ആവാം. പിന്നെ നമ്മുടെ ബിമാജിയിൽ ഇപ്പോൾ ഒരുപാട് ന്യൂ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പരസ്പരം പരിചയപ്പെടാം. പുതുതായിട്ട് വന്നിട്ടുള്ളവരൊക്കെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം നന്നായിട്ട് യൂസ് ചെയ്യുക, മുന്നോട്ട് വന്ന് സംസാരിക്കുക. ഓക്കെ, എല്ലാവരും പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു സോ മച്ച് പ്രവീണ മാം. ഒരുപാട് ഹാപ്പിയാണ് എല്ലാവരും. ഓക്കെ, ദെൻ ഇനി എന്തെങ്കിലും ആർക്കും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ആരും വരുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് പ്രവീണ മാം. ഓക്കെ, ഇതുപോലെ നല്ലൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം മാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു. Thank you, Pravina ma'am. Thank you all. Thank you all. Thank you all.